സെലിബ്രിറ്റി അഡ്വർടൈസിങ് മാത്രമേ റീച്ചും പവറും ഉള്ളൂ എന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കില്ല. 25 ബ്രാൻഡ്, ഒരേ ബ്രാൻഡ് അംബാസിഡർ ഒരേപോലെ തന്നെ ചെയ്യുമ്പം നമ്മൾ എന്ത് യൂസാ? കുറേ കാശും അവർക്ക് കൊടുത്ത്. അപ്പം സെലിബ്രിറ്റി അഡ്വർടൈസിങ്ങിനോട് എനിക്കെതിരല്ല. പക്ഷെ സെലിബ്രിറ്റി അഡ്വർടൈസിങ് ചെയ്യുന്ന സമയത്ത് എന്നെ സംബന്ധിച്ച് അവരെ മാക്സിമം യൂസ് ചെയ്യുക. അവരെ യൂസ് ചെയ്യണമെങ്കിൽ അവരെ കുറേ കൂടെ മനസ്സിലാക്കുക. അവരും ഇൻവോൾവ് ചെയ്യും, അവർക്കും എക്സൈറ്റ്മെന്റ് ആവും. വെറുതെ ഒരു സെറ്റിൽ വന്ന് ബോറായിട്ട് ഏതെങ്കിലും സിനിമയുടെ എക്സൈറ്റ്മെന്റ് ഇവിടെ വന്നിട്ട് കാശിന് വേണ്ടി മാത്രമല്ല, ഇതാണ് അതിനെക്കാട്ടിലും എക്സൈറ്റ്മെന്റ് എന്ന് തോന്നിക്കുന്നൊരവസ്ഥയിൽ അവരെ കൊണ്ട് എത്തിച്ചാൽ ആ ഷൂട്ടിംഗ് പ്രോസസ്സും അതുകൊണ്ട് ഉണ്ടാവുന്ന റിസൾട്ടും. അപ്പൊ എന്നെ സംബന്ധിച്ച് വെറുതെ സെലിബ്രിറ്റി ടിപ്പിക്കലായിട്ട് ക്ലീഷേ അഡ്വർടൈസിങ് ഒരു പാക്കറ്റ് എടുത്തിട്ട് ഇങ്ങനെ കൊള്ളാം എന്ന് പറയുന്ന ഒരവസ്ഥയിൽ എനിക്ക് അഭിപ്രായമില്ല. പക്ഷെ സെലിബ്രിറ്റി അഡ്വർടൈസിങ് മാത്രമേ റീച്ചും പവറും ഉള്ളൂ എന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കില്ല. ഞാനത് കൺസിസ്റ്റന്റ് ആയിട്ട് ഞാൻ നേരത്തെ ഹജ്ജ് തൊട്ടുള്ള എൻ്റെ ജേർണിയിൽ ഞാനത് പ്രൂവ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പലപ്പോഴും ഈശ്വരാനുഗ്രഹം കൊണ്ട് അത് വർക്ക് ചെയ്തിട്ടുണ്ട്.